എംപിമാരുടെ കൂറുമാറ്റം പാർട്ടിയെ ബാധിക്കില്ലെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ ഇന്നലെ ജലന്ധറിൽ ചേർന്ന എംഎൽഎമാരുടെയും ബ്ലോക്ക് ഒബ്സർവർമാരുടെയും യോഗത്തിലാണ് ഭഗവന്ത് മാൻ നയം വ്യക്തമാക്കിയത്. പാർട്ടിയുടെ യഥാർത്ഥ കരുത്ത് പ്രവർത്തകരും ഭരണ നേട്ടങ്ങളുമാണെന്ന് മനീഷ് സിസോദിയ യോഗത്തിൽ ഓർമ്മിപ്പിച്ചു. അതേസമയം ബിജെപിയിലേക്ക് പോയ എംപിമാരെ അയോഗ്യരാക്കണം എന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ഉടൻ സുപ്രീം കോടതിയെ സമീപിക്കും. അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്നാണ് ആം ആദ്മി എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? അർജുൻ. ഉന്മേഷ്, അസിത, ആം ആദ്മി പാർട്ടിക്ക് മുന്നിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പഞ്ചാബ് തിരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് കൂടുതൽ കൂറുമാറ്റമോ ഈ എംപിമാരുടെയും എംഎൽഎമാരും കൂട്ടത്തോടെയുള്ള പലായനമോ ഇല്ലാതെയാക്കുക, അത് തടയുക എന്നുള്ളത്. മാത്രമല്ല, ഇപ്പോൾ കാലുമാറിയിട്ടുള്ള 7 എംപിമാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉറപ്പാക്കുക എന്നുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നിലവിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ കൂറുമാറിയിട്ടുള്ള 7 എംപിമാർക്കെതിരെ നേരത്തെ രാജ്യസഭാ അധ്യക്ഷൻ അവരുടെ കൂറുമാറ്റം, അവരുടെ ലയനമെല്ലാം തന്നെ അംഗീകരിച്ചതാണ്. അതുകൊണ്ട് രാജ്യസഭ അധ്യക്ഷനിൽ നിന്നും അവർ ഒരു നടപടി പ്രതീക്ഷിച്ചിരുന്നതല്ല. അതിനപ്പുറത്തേക്ക് നിയമപരമായി പോരാടാം, ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാക്കണം, അവരെ അയോഗ്യരാക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ആം ആദ്മി പാർട്ടി മുൻനിർത്തിക്കൊണ്ട് അതിനുവേണ്ടി പോരാടുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ എംപിമാരോ എംഎൽഎമാരോ പ്രത്യേകിച്ചും പഞ്ചാബ് കേന്ദ്രീകരിച്ച് പാർട്ടിയിൽ നിന്നും പോകാതെ തടുക്കണമെന്നുള്ള കാര്യം കൂടി ഉണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും പല എംഎൽഎമാരുമായിട്ടും എംപിമാരുമായിട്ടും ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ജലന്ധറിൽ വെച്ച് ഇത്തരത്തിലൊരു യോഗം എംഎൽഎമാരുടെയും അതുപോലെ തന്നെ ബ്ലോക്ക് ഒബ്സർവർമാരുടെയും ഒരു യോഗം ചേർന്നത്. അതിൽ തന്നെ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള എംഎൽഎമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ബിജെപിയിൽ നിന്നും ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം, അത് ഏത് തരത്തിൽ മറികടക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മെയ് 5-ാം തീയതി ഭഗവന്ത് മാനും അതുപോലെ തന്നെ പഞ്ചാബിലെ എംഎൽഎമാരും രാഷ്ട്രപതിയെ കാണാൻ ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സമയം അനുവദിച്ച് നൽകിയത്. ഈ എംപിമാർക്കെതിരെ നടപടി കർശനമാക്കാൻ വേണ്ടി, നടപടി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഈ കൂടിക്കാഴ്ച. അതിനപ്പുറത്തേക്ക് പഞ്ചാബിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ബിജെപിയിൽ നിന്നും ശ്രമങ്ങൾ ഉണ്ടാകുന്നു, അതിനെ ഏത് തരത്തിൽ ചെറുക്കണം, അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ സഹായം തേടാൻ കൂടിയായിരിക്കും എന്തായാലും ആ ഒരു കൂടിക്കാഴ്ച എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഏകദേശം 1 വർഷം പോലുള്ള ഏകദേശം 10 മാസം മാത്രമാണ് പഞ്ചാബ് തിരഞ്ഞെടുപ്പിലേക്ക് ബാക്കിയുള്ളത്. അതിനുള്ളിൽ തന്നെ അവിടെ ബിജെപി ആം ആദ്മി പാർട്ടിയിൽ നിന്നും കൂടുതൽ നേതാക്കളെയും എംഎൽഎമാരെയും എംപിമാരെയും ചാക്കിട്ട് പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ഇപ്പുറത്തേക്ക് മറുകണ്ഠം ചാടിച്ചുകൊണ്ട് അവരുടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെ ചെറുത്ത് വീണ്ടും ഒരു ഭരണ തുടർച്ച ഉണ്ടാക്കാൻ പറ്റുന്ന ശ്രമങ്ങളാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അസിത, ഉന്മേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.